മഴത്തോരു മുംബൈ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അലീന ബാലചന്ദ്രന്റെ കാര്യം അറിഞ്ഞ് വളരെ വിഷമത്തിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, സ്റ്റാൻലി ജോസഫ് എന്ത് പറ്റി, എന്താ ഇങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കാൻ വന്നില്ലല്ലോ? അത് എനിക്ക് വേറൊന്നുമില്ല, ഒരു കാര്യമുണ്ട്, അതുകൊണ്ടാ. എന്താ മോൾ എൻ്റെ അടുത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഉടനെ തന്നെ പറയുക, ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിലും അവിടെയാണെങ്കിൽ അച്ഛന് ഒരു സമാധാനവും ഇല്ല. എന്തുകൊണ്ടെന്ന് അറിയത്തില്ല. ഇപ്പോൾ മദ്യപാനം തുടങ്ങിയെന്നാ പറയുന്നേ. ഈ ഞാനുണ്ടായിരുന്നപ്പം അങ്ങനെ ഒരു ശീലവും ഉണ്ടായിരുന്നില്ല. മാറിക്കോളും മോൾ, അതിനെക്കുറിച്ച് വിഷമിക്കണ്ട. ഞാനവിടെ ഉണ്ടായിരുന്നപ്പോഴത്തേക്കും എന്താ ശീലമായിരുന്നു അറിയായിരുന്നല്ലോ. പക്ഷെ എന്നെ മാറ്റിയെടുത്തത് ആരാ? മോളല്ലേ. അതുപോലെ തന്നെ അതും പെട്ടെന്ന് തന്നെ മാറാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഞാനായിരുന്നു എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്. എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയുമായിരുന്നു. ഇപ്പോൾ ഞാനില്ലാത്തത് കൊണ്ട് വല്ലാത്ത ഒരു വിഷമം തോന്നുന്നതായിരിക്കും. അത് തന്നെയാ. പിന്നെ എല്ലാം അറിയുന്നത് കൊണ്ട് അമ്മയെ കാണുമ്പോൾ അതൊരു ദേഷ്യമുണ്ടല്ലോ, അതൊക്കെ കാരണമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എനിക്ക് അങ്ങോട്ടേക്ക് വിളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. മോള് വിളിക്ക്, അപ്പോഴത്തേക്കും ഒരു സമാധാനം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാൻലി ജോസഫ് പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഫോൺ വിളിക്കുകയാണ് അലീന ഫോൺ വിളിക്കുന്ന സമയത്ത് ഫോൺ കൃഷ്ണ എടുക്കുന്നുണ്ട്. കൃഷ്ണ എടുത്ത് സംസാരിക്കുക. എന്താ ചേച്ചി, ഞാൻ പറഞ്ഞില്ലേ എല്ലാ കാര്യങ്ങളും. ഇപ്പം രാവും പകലും ഇല്ലാതെ പുറത്തു പോയിട്ട് വന്ന ഇത് തന്നെയാ. പുറത്തു പോയിട്ട് ഞാൻ എന്താണെന്ന് ചോദിക്കുമ്പോ പോലെ എൻ്റെ അടുത്ത് ഒരു ദേഷ്യം. ഇപ്പം പണ്ടത്തെ ആളെയല്ല. അമ്മയുടെ അടുത്തും അതുപോലെ തന്നെയാ. എന്തിനെങ്കിലും ബോംബുണ്ട് പൊട്ടിക്കെട്ടെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കുന്നേ. ഇതിപ്പം 2 ദിവസം കൊണ്ട് ഇത്രയും ഓവറായിട്ട് വരുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അച്ഛനാണെങ്കിൽ ചേച്ചി ഉണ്ടായിരുന്നപ്പോഴത്തേക്കും ഇങ്ങനെയായിരുന്നോ, ഇങ്ങനെയൊക്കെ ആവോ എന്നൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു. ആ സമയത്ത് അവള് പോയത് എനിക്കൊരു വല്ലാത്ത വിഷമം തന്നെയാ എന്നൊക്കെ പറഞ്ഞിട്ടാ കയറി പോയത്. ഇത് കണ്ടുകൊണ്ട് നിന്ന അമ്മ പറയുക, അവളാണല്ലേ പ്രശ്നം, അവളെ കാരണമല്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ പെട്ടെന്ന് റൂമിലോട്ട് കൊണ്ടുപോയത് കൊണ്ട് അച്ഛനന്ന് ഒന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ അന്ന് തന്നെ എല്ലാ രഹസ്യങ്ങളും അറിയുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കൃഷ്ണ അലീനയുടെ അടുത്ത്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഉടനെ വന്ന് ചോദിക്കുന്നുണ്ട് വൈജയന്തി, ആരാ സംസാരിക്കുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് അലീന ചേച്ചിയാ എന്ന് പറഞ്ഞതും ഉടനെ ഓടി വന്ന് എന്നെ ഫോൺ പിടിച്ചു വാങ്ങുന്നുണ്ട്. ആ സമയത്ത് ചോദിക്കുക, നീ എന്താടി ഇവിടെ വിളിച്ച് എൻ്റെ അടുത്ത് എന്താ സംസാരിക്കാൻ? ഇവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞ് സന്തോഷിക്കാനാണോ നീ വിളിക്കുന്നേ? ഇപ്പോഴൊക്കെ സമാധാനമായല്ലോ. അയാളെയും നീ ഒരു കുടിയനാക്കി മാറ്റി, അതും വലിയ പങ്കാ നിനക്കുള്ളത്. നീ പോയതിന്റെ നിരാശയിലാ അയാൾ കുടിച്ചോണ്ട് ഈ വീട്ടിൽ വരുന്നേ. അതൊന്നും കണ്ട് സഹിക്കാൻ വയ്യ എനിക്ക്. അത് മാത്രമല്ല, എന്റെ ജീവിതം കൂടി തൊലച്ചാ നീ പോയത്. എന്റെ മക്കളെ ഇടയിൽ നിന്ന് നീ അകറ്റി. അതുപോലെ തന്നെ എന്റെ ഭർത്താവിനെ, അതിനൊക്കെ നീ എന്തനുഭവിക്കൂടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടുകൊണ്ട് അലീന ഒരു അക്ഷരം മിണ്ടാതെ കരയുന്നത് കണ്ടിട്ട് ചോദിക്കുക, നിനക്കാണെങ്കിൽ കരച്ചിൽ വരുന്നുണ്ടോ? നീ ഇങ്ങോട്ട് വന്നേലാ ഇതെല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത്. കിടന്ന ഒരുത്തി ഇവിടെ വേലക്കാരിയായിട്ട് കൊണ്ടുവന്ന് ഈ കുടുംബം തന്നെ നശിച്ചു പോയിരിക്കുന്നു. അതിന് ഉത്തരവാദി നീ തന്നെയാ. ഇനി മേലാല് ഈ വീട്ടിൽ നീ ഫോൺ വിളിച്ചു പോവല്ലേ. നീ ഇവിടെ വന്നതിൽ പിന്നെയാ ഇതെല്ലാ പ്രശ്നങ്ങളും ഉണ്ടായേ. ഇനി വീണ്ടും ഫോൺ വിളിച്ച് ഓരോ കാര്യങ്ങൾ അറിയണം. നീ എന്തിനാ ഈ വീട്ടിലെ കാര്യങ്ങൾ അറിയണം? നീ ആരാ ഞങ്ങളുടെ? ഇനി വിളിച്ചെന്നറിയരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ അവിടേക്ക് വരുന്നുണ്ട് ബാലചന്ദ്രൻ. ആരാ മോളെ അവള് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്? അത് അലീന ചേച്ചി. ഉടനെ തന്നെ പറയുക, നീ ആരാടി അവൾക്ക് വന്ന ഫോൺ വാങ്ങിച്ച് നീ സംസാരിക്കാൻ? നിനക്ക് എന്ത് അവകാശം ഇരിക്കുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് അവകാശമാണോ? എനിക്ക് ഒരു ഫോൺ വേണം എന്ന് വെച്ചാൽ എന്റെ മോള് സംസാരിക്കുന്നത് എനിക്ക് വാങ്ങിച്ച് സംസാരിച്ചൂടെ? ആരെന്നറിയേണ്ട അവകാശവും ഇല്ലേ? അവകാശമൊക്കെ ഉണ്ട്. പക്ഷെ അലീനയാണെന്ന് അറിഞ്ഞിട്ട് നീ അവളെടുത്ത് എന്തൊക്കെയാ പറയുന്നേ? അവളെ പറയേണ്ട ഒരു യോഗ്യതയില്ല. നീയാ എല്ലാത്തിനും കാരണം. അവളെ ജീവിതം നീ ആയിട്ടാ തൊലച്ചത്, അവളെ നശിപ്പിച്ചത് നീയാ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനെങ്ങനെ അവളെ നശിപ്പിക്കും? ഞാൻ ആരാ അവളുടെ? അത് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ പറയേണ്ട ദിവസം വരും. ആ സമയത്ത് ഞാൻ പറയാം ആരാന്ന്. ഇപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അവളെ നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ മാപ്പ് പറയടി എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഫോണ് പെട്ടെന്ന് കട്ടാക്കുന്നുണ്ട്. ഉടനെ തന്നെ ബാലചന്ദ്രൻ വീണ്ടും ചോദിക്കുന്നുണ്ട് വൈജയന്തിയുടെ അടുത്ത്, ഇനിയും ഞാനൊരു കാര്യം ചോദിക്കാം.
നിനക്കാണെങ്കിൽ സത്യം പറയണം, എനിക്ക് ഇന്നലെ ഒരു സാധനം അവിടെ നിന്ന് കിട്ടി. എന്ത് സാധനം? ഒരു ലെറ്റർ, നിന്റെ പഴയ കാലത്തുള്ള ഒരു ലെറ്റർ. അത് ആരാടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ലെറ്ററോ? ഏത് ലെറ്റർ? എനിക്ക് നിന്റെ ബാഗിൽ നിന്നാണ് കിട്ടിയത്. നിങ്ങൾ എന്തിനാ എന്റെ ബാഗ് പരിശോധിക്കുന്നേ? എനിക്ക് പല ആവശ്യങ്ങളും പല സാധനങ്ങളും എന്റെ ബാഗിലുണ്ടാവും. അതൊക്കെ നിങ്ങൾ എന്തിനാ എടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഞാനല്ലാതെ വേറെ ആരെങ്കിലും എടുക്കാൻ വരുമോ നിന്റെ സാധനങ്ങൾ? എന്തായാലും ഞാൻ അത് എടുത്തു. എന്താ? ഇതാ കണ്ടോ ഈ ലെറ്റർ. ഇത് ആരാടി? ഈ സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്ന ആള്. ആ സമയത്ത് ഒന്നും മിണ്ടാതെ കുനിഞ്ഞു നിൽക്കുന്നുണ്ട് വൈജയന്തി. ആ സമയത്ത് പറയുക, ഇതൊരു ലവ് ലെറ്റർ ആണെന്ന് മനസ്സിലായി, അത് നിനക്ക് എഴുതിയെന്ന് മനസ്സിലായി. പക്ഷെ ഇതിപ്പോഴും നീ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതിന്റെ കാര്യം എന്താ? അതാ എനിക്ക് അറിയേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് എന്റെ ഒന്നും അല്ല, അത് എന്റെ ഒരു ഫ്രണ്ടിന്റെയാ. അത് പണ്ടേ എന്റെ കയ്യിൽ ഇരുന്നു പോയതാ. അങ്ങനെ എന്റെ കയ്യിൽ ഇരുന്നു, അല്ലാതെ എനിക്കാരും ലവ് ലെറ്റർ എഴുതാനും ഇല്ല, എനിക്കാരും അറിഞ്ഞും കൂടാ. നീ കള്ളൊന്നും പറയണ്ട, എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. അതൊരു ലെറ്റർ, പണ്ടുള്ള ലെറ്റർ. ഇപ്പൊ എന്തിനാ അതെടുത്ത് നിങ്ങൾ ചോദിക്കുന്നേ? ഇപ്പൊ എനിക്ക് കല്യാണം കഴിഞ്ഞ് എനിക്ക് 3 പിള്ളേരും ഉണ്ട്. ഇനി ഈ ലെറ്ററിനെ കുറിച്ച് അറിഞ്ഞിട്ട് എന്താ ചെയ്യാൻ? പഠിക്കുന്ന കാലത്ത് പലരും സ്നേഹിക്കും, അതിപ്പം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സ്നേഹിച്ചെന്ന് പറഞ്ഞ് വേറൊന്നുമില്ലല്ലോ. വേറെ ഒന്നുമില്ലെന്ന് ആർക്കറിയാം? സ്നേഹിച്ചില് കുഴപ്പമില്ല. പക്ഷെ ഇതില് സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനിയാണെന്ന് മനസ്സിലായി. നീ അത് ഒളിച്ചു വെച്ചില്ലേ എന്റെ അടുത്ത് ഇത്രയും കാലം? ഒരു സ്നേഹം ഉണ്ടെന്ന് പോലും. എന്റെ കാര്യങ്ങളൊക്കെ നീ ചൂന്ന് കണ്ടുപിടിക്കുമല്ലോ, എവിടെയാണ്, ആരൊക്കെയാണ്, എവിടെ പോകുന്നു എന്നെല്ലാം. പക്ഷെ ഈ കാര്യത്തില് ഒന്നും എനിക്ക് പറഞ്ഞു തന്നില്ല, നിന്റെ പണ്ടത്തെ കാര്യം. അത് എനിക്കൊന്നും അറിയില്ല. എന്റെ അല്ല ലെറ്റർ. അത് നീയാണോ വൈജയന്തി? നിന്റെ പേരാ വൈജയെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോഴത്തേക്ക് നിനക്കാകില്ല. അത് എൻ്റെ അടുത്ത് ഇഷ്ടമെന്ന് പറഞ്ഞ് പലരും ലെറ്റർ എഴുതും. പക്ഷെ ഞാൻ അതിനൊന്നും അങ്ങോട്ട് റിപ്ലൈ ഒന്നും കൊടുക്കാറില്ല, അതെന്റെ ജോലിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഉടനെ തന്നെ വൈജയന്തിയുടെ അടുത്ത് പറയുന്നുണ്ട് ബാലചന്ദ്രൻ, എന്തായാലും നീ മഹാകള്ളി തന്നെയാ. ഇത്രത്തോളം പറഞ്ഞിട്ടും നീ പിടിച്ചു നിൽക്കുന്നില്ലേ? ഇത് കള്ളമാണെന്ന് പറഞ്ഞിട്ട്. ഇത് ഞാൻ എങ്ങനെയായിരുന്നു ഞാൻ കണ്ടുപിടിക്കും, ഇതാരായി സ്റ്റാൻലി ജോസഫ് എന്നും ഇതെല്ലാം. ആ സമയത്ത് ഒരു ഞെട്ടലോടെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതയാൾക്ക് എങ്ങനെ കിട്ടി? എൻ്റെ ബാഗിൽ നിന്ന് എങ്ങനെ അവരുടെ കയ്യിലായി എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് അത് എടുക്കാൻ ഒരു അധികാരമില്ല. എൻ്റെ ബാഗ് തുറന്ന് എൻ്റെ ആവശ്യമില്ലാത്ത സാധനം നിങ്ങൾ എടുക്കേണ്ട കാര്യം എന്താ? അത് കണ്ടതുകൊണ്ടല്ലേ ഞാൻ എടുത്തോണ്ട് വന്ന് കാണിച്ചു തന്നത്. ഇതെനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ ആരാ ഈ സ്റ്റാൻലി ജോസഫ് എന്ന്. പണ്ട് പഠിക്കുന്ന കാലത്ത് പലരും ലെറ്റർ എഴുതിയിട്ടുണ്ട്, ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് ഇപ്പോഴും അതൊക്കെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ജോലി, എനിക്ക് പല ജോലിയുമുണ്ട്. എനിക്കിപ്പോൾ തലവേദനയായിട്ട് നടക്കുന്ന ആ അലീനയാണ് എൻ്റെ പ്രശ്നം. അതിനിടയ്ക്ക് ഏതോ ഒരു സ്റ്റാൻലി ജോസഫിനെ എടുത്തുകൊണ്ട് വന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. സമയത്ത് ബാലചന്ദ്രൻ ഉടനെ അങ്ങ് തിരിച്ചു ചോദിക്കുന്നുണ്ട്, എന്തായാലും നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നുണ്ട്. പലതും മറച്ചു വെക്കാൻ നിന്നെയും നിന്റെ കുടുംബത്തെ പോയിട്ടേ ഉള്ളൂ. നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് എന്റെ കുടുംബത്തെ വിളിക്കുന്ന എന്തിനാ? അവരെ പറയേണ്ട എന്ത് യോഗ്യതയുള്ളത്? എനിക്ക് യോഗ്യത ഇത്തിരി കൂടുതലാ, പക്ഷെ നിനക്ക് യോഗ്യതയില്ലെന്ന് എനിക്ക് മനസ്സിലായിട്ട് കുറെ കാലമായി. കുറെ കാലോ? ഇല്ല, ആ അലീന വന്നേ പിന്നെ അല്ലേ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആയി തുടങ്ങിയത്. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ എന്റെ മുന്നിൽ ഇങ്ങനെ കയ്യും കെട്ടിയിരിക്കുന്ന സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എന്റെ അടുത്ത് ഇത്രയും നാക്കെടുക്കണമെങ്കിൽ ഇത് അവള് വന്നേ പിന്നെയാ. പിന്നെ ഞാൻ നിന്റെ സ്വഭാവം അറിഞ്ഞാൽ ഞാൻ പിന്നെ എങ്ങനെ പെരുമാറേണ്ടത്? എന്റെ എന്ത് സ്വഭാവമാണ് നിങ്ങൾ പറയുന്നേ? ഒരു ലെറ്റർ കിട്ടിയെന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെയും പറയണോ? ലെറ്റർ കിട്ടിയോണ്ട് ഞാൻ പറയില്ല, പക്ഷെ ഇതിൽ കുറെ സത്യങ്ങളുണ്ട്. അതാ ഞാൻ അറിയാൻ വേണ്ടി നടക്കാൻ പോകുന്നത്. ഇനി നീ നോക്കിക്കോ, നിന്റെ ഓരോരോ ചരിത്രവും ഞാൻ ഇവിടെ വെളിപ്പെടുത്തും. അത് ചെറുതായിട്ട് അറിഞ്ഞപ്പോഴേ ഇങ്ങനെ. ഇനി എനിക്ക് ഒന്നും അറിയുന്ന സമയം ആവൂല. അതിനു മുമ്പേ ഞാൻ അങ്ങോട്ട് മുകളിലോട്ടേക്ക് പോകും. അപ്പൊ നീ മനസ്സിലാക്കും ഞാൻ എന്തൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്ന്. ആ സമയത്ത് ഒന്നും മിണ്ടാതെ കുനിഞ്ഞു നിൽക്കുന്നുണ്ട് വൈജയന്തി. ആ സമയം കൃഷ്ണ പറയുക, എന്താ കുറെ നേരം ആയല്ലോ നിങ്ങൾ രണ്ടുപേരും തുടങ്ങിയിട്ട്. അച്ഛനാണെങ്കിൽ ഇതിന്റെ പേരിലാണോ വീണ്ടും മദ്യപാനം തുടങ്ങിയത്? അലിന ചേച്ചി ഉണ്ടായിരുന്നപ്പോഴത്തേക്കും ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ആ സമയത്ത് വൈജയന്തി പറയുക, കണ്ടോ അവളുള്ളപ്പോഴത്തേക്ക് ഈ ഒരു ശീലങ്ങളൊന്നുമില്ല. ഞാൻ വന്നത് പിന്നെയാ തുടങ്ങിയത്. അതെ, നീ വന്നേ പിന്നെ തുടങ്ങിയത്. നിന്റെ ഒരു സ്വഭാവ ദൂഷ്യം കൊണ്ട് തന്നെയാ ഞാൻ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. എന്നെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്തവളാ. അത് ഞാൻ ഒരിക്കലും മറക്കില്ല നിന്നെ. നിനക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ടും വീണ്ടും എന്തിനാ നീ തിരിച്ചു കയറി വന്നത്? നിന്നെ കാണുന്തോറും എനിക്ക് ദേഷ്യം കൂടി വരുക. അതുകൊണ്ട് എന്റെ മുമ്പിൽ നീ വന്നു പോകരുത്. ഞാൻ എവിടെ പോയാലും നീ അന്വേഷിക്കുകയും ചെയ്യരുത്.
ഈ കാര്യങ്ങളെല്ലാം കൃഷ്ണ വീണ്ടും വിളിച്ച് പറയുന്നുണ്ട്. അലീനയുടെ അടുത്ത് അച്ഛന് ഒരു ലെറ്റർ കിട്ടിയിട്ടുണ്ട്, പക്ഷെ അമ്മ ഇത്രയും കാലവും അതൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഇപ്പോഴും അമ്മയ്ക്ക് പണ്ടത്തെ ഓർമ്മകൾ ഉള്ളത് കൊണ്ടല്ലേ അതൊക്കെ ഇപ്പോഴും കയ്യിലുള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കൃഷ്ണ. അച്ഛന് ഇതുകൂടെ അറിഞ്ഞപ്പോഴത്തേക്കാ ദേഷ്യം കൂടിയതും മദ്യപാനം തുടങ്ങിയതും. ഇതെനിക്ക് വല്ലാത്തൊരു വേദനയായി വീട്ടിലിപ്പം. അതുമാത്രമല്ല ബബിതയുടെ കാര്യത്തിലും വളരെ കഷ്ടത്തിലാ. അവളിപ്പം ചിരിച്ചിട്ടേനെ ഒരു 5-6 ദിവസമായി. എന്താ കാര്യം? അത് അവക്കിപ്പോൾ ഒരു ലവ് അഫെയർ ഉണ്ടായിരുന്നല്ലോ, പക്ഷേ അവളാണെങ്കിൽ ഇപ്പൊ വീണ്ടും അവനെ വിളിച്ചപ്പോഴത്തേക്കും അവന് ഇഷ്ടമില്ലെന്നാ പറഞ്ഞ്. അന്ന് ചേച്ചി കൊടുത്ത അടി അത് അവനങ്ങ് ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം തിരിഞ്ഞു പോലും നോക്കുന്നില്ല. കോള് വിളിച്ചാൽ പോലും എടുക്കില്ല. അതുകൊണ്ടുള്ള ദേഷ്യമാ. പക്ഷെ അവക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടം അവനെ. എന്ത് ചെയ്യാനാ? എന്ത് സംഭവിക്കുന്ന രീതിയിലായിരിക്കുന്നേ. ഈ ഇടയ്ക്ക് റോഡിലോട്ട് പോയപ്പോഴത്തേക്കും അവരൊരുമിച്ച് നിൽക്കുന്നത് കണ്ടു. അത് വേറൊരു പെണ്ണുമായിട്ടാ വേറൊരു ഇഷ്ടം അവന് തുടങ്ങിയെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഭക്ഷണവും കഴിക്കില്ല. എപ്പോഴും റൂമില് കഥകൾ അടച്ചിരിക്കും. പക്ഷെ ഇപ്പം അച്ഛനും അന്വേഷിക്കാറില്ല. അച്ഛനും ആ ഒരു വിഷമത്തിൽ നടക്കുകയില്ലേ അമ്മയുടെ കാര്യവും പറഞ്ഞ്. ഇതിനിടയിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നത്. പക്ഷെ ചേച്ചി ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളും ഈ വീട്ടിലുണ്ടായിരുന്നില്ല. എന്തെങ്കിലും വന്നാലും അത് പെട്ടെന്ന് സോൾവ് ആവുമായിരുന്നു. പക്ഷെ ഇന്ന് ആ അവസ്ഥയിലേക്കല്ല ഈ വീട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് കൃഷ്ണയുടെ അടുത്ത് പറയുന്നത് കേട്ട് വീണ്ടും അവിടേക്ക് വരുന്നുണ്ട് സ്റ്റാൻലി ജോസഫ്. അലീനയുടെ അടുത്ത് ഇതെല്ലാം പറയുന്നത് കേട്ടുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ വിചാരിക്കുന്നുണ്ട്, ഇപ്പോഴും അവൾ ആ ലെറ്റർ സൂക്ഷിച്ചു വെക്കുന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് ഇന്നും ആ ഒരു ഓർമ്മയും ഇഷ്ടവും ഉള്ളത് കൊണ്ടല്ലേ എന്നൊക്കെ സ്റ്റാൻലി ജോസഫ് ഓർമ്മിക്കുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞു കേട്ടിട്ട് ഫോൺ വെക്കുകയും ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് സ്റ്റാൻലി ജോസഫിന്റെ അടുത്ത് അലീന. മനസ്സിലായോ? ഇന്നും അമ്മയുടെ അച്ഛൻ പണ്ട് കൊടുത്ത ലെറ്റർ ഇപ്പോഴും അമ്മ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് അതിന്റെ ഓർമ്മകൾ കാണുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇതിന്റെ പേരില അവിടെയാണെങ്കിൽ വീണ്ടും അച്ഛൻ മദ്യം തുടങ്ങിയെന്നാ പറയുന്നത്. എന്ത് ചെയ്യാനാ? ഓരോ പ്രശ്നങ്ങളാ. ഇവിടെയും അതുപോലെയാണല്ലോ. ഇവിടെ എൽസമ്മ വന്നിട്ട് ബഹളം, റീത്താമ്മ ഇപ്പോഴിതാ അവിടെ പ്രശ്നങ്ങള്. എവിടെ പോയിരുന്നാലും അടിയും ബഹളം ആണല്ലോ. എന്ത് ചെയ്യാനാ? ഞാനായിട്ടല്ലേ ഇതെല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്നൊക്കെ അലീന പറയുന്നുണ്ട് സ്റ്റാൻലി ജോസഫിന്റെ അടുത്ത്. ഇത് കേട്ടത് സ്റ്റാൻലി ജോസഫ് പറയാ, മോൾ എന്തിനാ ഞങ്ങളെ എല്ലാത്തിനും കാരണം? അന്നാണെങ്കിൽ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു മോളുടെ അമ്മേ. അതിന് വെച്ചാൽ ഞങ്ങള് അത്രയ്ക്ക് സ്നേഹിച്ച് നടന്നതാ. ഒരു കുടുംബ മഹിമയും എല്ലാം നോക്കി നടന്ന എന്റെ അപ്പച്ചനാ ഒന്നിനും സമ്മതിക്കാത്തത്. ഇന്ന് നിന്നെയാണെങ്കിൽ സ്നേഹത്തോടെ ഇവിടെ വന്ന് നോക്കുന്നുണ്ട്. ചിന്നമ്മേന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാ അപ്പച്ചൻ ഇത്രയ്ക്ക് സ്നേഹം നിന്റെ അടുത്ത് കാണിക്കുന്നത്. അന്ന് കുടുംബ മഹിമയുടെ പേരും പറഞ്ഞ് എന്റെ അടുത്ത് കാണിച്ചത് ഞാനത് ഒരിക്കലും മറക്കില്ല. എങ്കില് ഈ അലച്ചിലും ഒന്നും ഉണ്ടാകില്ലായിരുന്നു. എന്റെ മകളായി തന്നെ മോൾ വളരെയും ചെയ്യുമായിരുന്നു. അത് മാത്രമല്ല വൈജ എന്റെ ഭാര്യയായിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരിക്കുമായിരുന്നു. ഇതിനെല്ലാം കാരണമായ അപ്പച്ചന് ഇന്ന് ഇവിടെ നിന്ന് പറയേണ്ട ഒരു യോഗ്യതയില്ല. പക്ഷേ ഇന്ന് ഞാൻ ഇത് നിർത്തിയിരിക്കുന്നതിന്റെ കാരണം തന്നെ മോളാ. മോക്കൊരു സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നെയാ എല്ലാവരും ബഹളത്തിന് വരുമ്പോഴത്തേക്കും ഒരു സപ്പോർട്ട്. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ അപ്പച്ചൻ്റെ അടുത്ത് ഇന്ന് ഞാൻ മിണ്ടാതെ നിൽക്കുന്നത്. എന്നിട്ട് ആ സമയത്ത് ഉടനെ തന്നെ അവിടെ അവതക്കുട്ടി വരുന്നുണ്ട്. എന്താടാ നീ എന്നെക്കുറിച്ച് പറയുന്നത്? അത് ഒന്നുമില്ല, പണ്ടത്തെ കാര്യം പറയുക. എന്തിനാ നീ ഇപ്പൊ പണ്ടത്തെ കാര്യം പറയുന്നേ? അത് ഞാനും വൈജയും തമ്മിലുള്ള കല്യാണം നടക്കാത്തതിന്റെ കാര്യം എന്താന്ന് ഞാൻ മോളെടുത്ത് പറയുകയായിരുന്നു. അതെന്തിനാ നീ ഇപ്പൊ ഒക്കെ പറയുന്നത്? അല്ല, എന്റെ ഓർമ്മകളൊക്കെ അവളിലുണ്ട്. അതൊക്കെ മറന്നു പോവോ? ഒരു മോളുള്ളതല്ലേ. അതും ഈ അലീനയെന്ന മോള് ഉണ്ടെന്ന് പോലും അവളും മനസ്സിലാക്കുന്നില്ല. നീ പോലും അറിഞ്ഞില്ലല്ലോ. പക്ഷേ മോളിന്നിവിടെ വന്നത് കൊണ്ടല്ലേ നീ ഇതൊക്കെ അറിഞ്ഞത്. എന്തായാലും ഇങ്ങനെയുള്ള 2 കുടുംബത്തിലും പ്രശ്നം നടക്കുന്നതിന്റെ കാരണം അപ്പച്ച തന്നെയാ എന്നൊക്കെ ഞാൻ പറയുന്നേ. ഞാനോ? അത് തന്നെയാ, ഞാൻ തന്നെയാ കാരണം. അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ. നിന്റെ എൽസമ്മ വന്ന് എന്റെ ചോദ്യങ്ങൾ ചോദിച്ചെടുത്ത് എനിക്ക് തിരിച്ചു പറയാനൊന്നുമില്ലായിരുന്നു. പക്ഷെ അന്ന് എന്റെ ഒരു സാഹചര്യം ആ നിലയ്ക്കായിരുന്നു. അതുകൊണ്ടാ ഇതെല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അന്ന് ഞാൻ കണ്ണടച്ചിരുന്നെങ്കിൽ ഇന്ന് നല്ലതുപോലെ പോവേണ്ട കുടുംബമായിരുന്നു. അതുകൊണ്ടല്ലേ നീ ഇപ്പൊ ഒറ്റയ്ക്കായി. എനിക്കിപ്പം അപ്പച്ചനെന്ന് പറയുമ്പോഴത്തേക്ക് ദേഷ്യം. ഇനി ഇതിനൊക്കെ കേട്ടോണ്ട് എനിക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പച്ചൻ എന്തിനാ ഇനി ഇവിടെ നിൽക്കുന്നേ? പെക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ എന്തിനാ ഇപ്പൊ എന്നെ പറഞ്ഞയക്കാനാണോ നോക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അലീന പറയുക, എന്തിനാ അപ്പച്ചനത് ദേഷ്യപ്പെടുന്നത്? എനിക്ക് ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഓരോന്ന് ചിന്തിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നും അറിയാത്ത അവസ്ഥയിലാണ് ഞാനും നിൽക്കുന്നത്. ആ സമയത്ത് ഉടനെ തന്നെ പറയുക അവതക്കുട്ടി,
അത് നിനക്കെന്നെ ഓടിച്ചുവിടാൻ പറ്റുമോ? നിന്നെ കൊച്ചുനാള് ഞാനും ചിന്നയമ്മയും കൂടെ വളർത്തി വലുതാക്കി എന്റെ കയ്യിലും കാലിലും നിന്ന് വളർന്ന നീയാ ഇപ്പൊ പറയണ എന്റെ അടുത്ത് പോകാൻ വേണ്ടി. അത്രയ്ക്ക് ധൈര്യം നിനക്കുണ്ടോ? ഞാൻ പറയും പോലെ നീ അനുസരിക്കേണ്ടത്. പണ്ട് കേട്ടതിന്റെ ഫലമാ ഞാൻ ഇന്ന് കിടന്ന് അനുഭവിക്കുന്നേ. അല്ലെങ്കിൽ ഇതൊക്കെ വരുമായിരുന്നോ? വീണ്ടും പറയുന്നുണ്ട് സ്റ്റാൻലി ജോസഫ്. ആ സമയത്ത് ഉടനെ തന്നെ ദേഷ്യത്തോടെ അകത്തേക്ക് ഔതക്കുട്ടി കയറി പോകുന്നുണ്ട്. ആ സമയത്ത് ഉടനെ വീണ്ടും അകത്തേക്ക് കയറി പോകുന്നുണ്ട് അലീനയും. എന്തിനാ രണ്ടുപേരും കൂടെ എപ്പോഴും ബഹളം വെക്കുന്നത്? ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളാ. അതിനിടയ്ക്ക് ഇവിടെയും അങ്ങനെയാണോ? ഇത്രയും ദിവസം ആരുമായിട്ടോ അല്ലായിരുന്നു, ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ആണ്. അമ്മ അവിടെ കൂടെ നടക്കുന്നുണ്ട്. നടന്നിട്ട് ഉടനെ തന്നെ അലീന അവിടുന്ന് വരുന്നത് കണ്ടിട്ട് ചോദിക്കുക, മോള് ഭക്ഷണം കഴിച്ചായിരുന്നോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ആ സമയത്ത് ഉടനെ തന്നെ സന്തോഷം കൊണ്ട് അലീന പറയുന്നുണ്ട്, കഴിച്ചു. എന്താ എന്റെ അടുത്ത് ഒന്നും മിണ്ടാത്തത്? ഇല്ല, എനിക്ക് പേടിയാ. എന്റെ അടുത്ത് റീത്താമ്മ വന്ന് കാണിച്ചതൊന്നും ഞാൻ മറക്കില്ല. അത് ചേച്ചിയുടെ സ്വഭാവം ഇങ്ങനെയാ. മോള് എന്റെ മകളാണെന്ന് അറിഞ്ഞത് മുതല് എനിക്ക് സംശയമായിരുന്നു സത്യമാണോ കള്ളമായിരുന്നോ എന്ന്. പക്ഷെ പറഞ്ഞതിൽ കുറച്ച് സത്യം ഞാൻ മനസ്സിലാക്കിയത് ഇവിടുത്തെ അമ്മച്ചിയെ പോലെ തന്നെയാ. പിന്നെ വേറൊരു കാര്യം, ഒരു കാര്യം എന്റെ അടുത്ത് കള്ളമൊന്നും പറഞ്ഞിട്ടില്ല, സത്യസന്ധന. അതുകൊണ്ട് തന്നെ വേറെ ആരെയും കൂട്ടി മകളാണെന്ന് അംഗീകരിക്കുകയില്ല. ഇവിടെ മോളിന്ന് ഇവിടെ താമസിക്കുന്നതിനുണ്ടെങ്കിൽ അത് യഥാർത്ഥമായിട്ട് ആണെന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷെ അതൊന്നും ചേച്ചിക്ക് പറഞ്ഞ മനസ്സിലാവില്ല. എനിക്കാണെങ്കിൽ എല്ലാവരും ഒരുപോലെ തന്നെയാ. ഞാനധികം സംസാരിക്കാറുമില്ല. കൂടെ കൂടെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കൂടെ അന്വേഷിക്കാൻ വരും. പക്ഷേ ആ സമയത്ത് ഞങ്ങൾ തമ്മിൽ അധികം ഒന്നും സംസാരിക്കില്ല. പിള്ളേരെ കാര്യം പറയും, പോവും. എന്താ ഇതിനെല്ലാത്തിനും കാരണം എൻ്റെ ചേച്ചി തന്നെയാണ്. ഞാൻ പല പ്രാവശ്യവും ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷെ എൻ്റെ ആ ഒരു ആത്മീയമായിട്ടുള്ള യാത്രയിൽ എനിക്ക് വേറൊന്നും ഞാൻ ചിന്തിക്കാൻ സമയം കണ്ടെത്താറില്ല. എനിക്ക് പക്ഷെ മോളെ ഒരുപാട് ഇഷ്ടമായി. കണ്ടപ്പോൾ മുതലേ തന്നെ ഒരു വഞ്ചനയൊന്നും മനസ്സിലില്ലാത്ത നല്ലൊരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു കുട്ടിയാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെയൊന്നും എനിക്കാരെയും തോന്നുന്നില്ല. ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ സന്തോഷമാവുന്നുണ്ട്. എന്തായാലും എൻ്റെ അടുത്ത് സ്നേഹത്തോടെ ഒരു വാക്കെങ്കിലും ചോദിച്ചല്ലോ എന്നൊരു ആശ്വാസത്തോടെ അകത്തേക്ക് കയറി പോവുകയും ചെയ്യുന്നുണ്ട് അലീന. ആ സമയത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് സ്റ്റാൻലി ജോസഫ് നിപ്പുണ്ടായിരുന്നു. എൽസമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്നെനിക്ക് ഉറപ്പാ. അവളാണെങ്കിൽ ആ സ്വഭാവമല്ലേ, അവൾ എല്ലാവരും ഇഷ്ടപ്പെടും, എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിലാ. പക്ഷെ ആ റീത്താമ്മ വിഷം കലർന്ന വാക്കുകളിലൂടെ ഇവളെ ഈ നിലയിലാക്കിയത്. എന്തായാലും ഇനി ഈ നിലയിൽ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഞാൻ അനുവദിക്കില്ല. വന്നു കഴിഞ്ഞാൽ ഞാൻ ഇനി കയറ്റേയില്ല. എന്തായാലും പോയത് തന്നെയാ നല്ല കാര്യം എന്നൊക്കെ അവധക്കുട്ടിയുടെ അടുത്ത് എല്ലാം പറയുന്നുണ്ട് സ്റ്റാൻലി ജോസഫ്. നീ എൻ്റെ അടുത്ത് ഒന്നും വന്ന് പറയണ്ട. നീ എൻ്റെ അടുത്ത് പറഞ്ഞു എന്തിനാ? നീ എൻ്റെ അടുത്ത് വീട്ടിൽ പോവാനല്ലേ? ഞാൻ എന്തിനാ വീട്ടിൽ പോകുന്നത്? നിന്നെ കാണാൻ വേണ്ടിയില്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ ചിന്നമ്മയെ പോലെ ഇരിക്കുന്ന എൻ്റെ മോളെ കാണാനാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. അല്ലാതെ നിന്റെ ഈ വാക്കും കേട്ട് നിന്റെ ഈ ദേഷ്യം കണ്ട് നിൽക്കാൻ വേറെ ആളെ നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അവധക്കുട്ടി സ്റ്റാൻലി ജോസഫിന്റെ അടുത്ത്. നിനക്ക് എന്തെങ്കിലും വിഷം വന്നാൽ ഓടി എന്നെ വിളിക്കും. പക്ഷെ ഞാൻ എന്തെങ്കിലും പറയാൻ വന്നാലല്ലേ നിനക്ക് ദേഷ്യം. ഇപ്പൊ എനിക്ക് നിനക്ക് എൻ്റെ അടുത്ത് ദേഷ്യം തോന്നാൻ കാരണം എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവധക്കുട്ടി. കൃഷ്ണയും രോഹിത്തും കൂടെ ബബിതയുടെ റൂമിലോട്ട് പോകുന്നുണ്ട്. എന്താ നിന്നെ പുറത്തൊന്നും കാണുന്നില്ല? നീ എന്തിനാ എപ്പോഴും വിഷമിച്ചിരിക്കുന്നത്? അത് എന്താണെന്ന് അറിയില്ല രോഹിത്തെ. ഇങ്ങനെയൊക്കെ കാര്യങ്ങള്. ഏതോ ഒരുത്തം പ്രേമിക്കുന്നതെന്ന് പറഞ്ഞ് പ്രേമത്തിന് ഇങ്ങനെയും വേണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് അവനെ സ്നേഹിച്ചത്. പക്ഷെ അന്ന് അടി കൊടുത്ത് വിട്ടില്ലേ അലീന ചേച്ചി? അവൻ പറയുക ഞാനാ അവനെ അടുപ്പിച്ചതെന്ന്. അത് മാത്രമല്ല എന്റെ മുന്നിൽ കൂടെ വേറൊരു പെണ്ണിനെയും കൊണ്ട് ബൈക്കിൽ കൂടെ പോകാതെ ഞാൻ കണ്ടു. എന്നെ അവൻ ചതിക്കുകയാണ് ചെയ്തത്. എന്നാൽ എനിക്ക് അവനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യാനാ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. നീ മാനസികമായിട്ട് ഇങ്ങനെ വിഷമിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? ഇപ്പോഴും പഠിക്കേണ്ട സമയം. അതിൻ്റെ ഇടയ്ക്ക് പ്രേമം കൊണ്ട് നടക്കുന്നുണ്ട്. പ്രേമിച്ച് നടന്നവരെ കാര്യം തന്നെ ഓരോന്നൊക്കെ കേൾക്കുന്നതാ. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ ഉടനെ തന്നെ കൃഷ്ണ പറയുന്നുണ്ട്. ഇത് കേട്ടതും രോഹിത് പറയുക, അത് തന്നെയാ. എവിടെ കിടന്ന ഒരുത്തിനെ വിളിച്ചില്ലെന്ന് പറഞ്ഞ് നീ തിന്നാതെയും കുടിക്കാതെ ഈ റൂമിൽ കയറി എത്ര ദിവസം എന്ന് പറഞ്ഞിരിക്കുക? അവന് നിന്റെ അടുത്ത് ഇഷ്ടമുണ്ടെങ്കിൽ വേറെ ഒരുത്തി ബൈക്കിൽ ഇരുത്തിക്കൊണ്ട് പോവോ? നീ വിളിക്കുമ്പോൾ ഫോൺ എടുക്കില്ലേ? അതൊക്കെ മാത്രം ചിന്തിച്ചാ പോരെ? പിന്നെ എന്തിനാ അവനെ ആലോചിച്ച് നിന്റെ ജീവിതം കളയുന്നത്? നീ ഒന്ന് പഠിച്ചിട്ട് നല്ല നിലയിൽ എത്താൻ നോക്ക്. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയാലോ. ഓരോ പ്രശ്നത്തിന്റെ നടുവിലൂടെ നമ്മൾ പോകുന്നത്. ഇവിടെ അച്ഛന് മാത്രമുണ്ട്. അച്ഛനെ എപ്പോഴും നമ്മളാ താങ്ങായിട്ടുള്ളത്. അത് നീ മറക്കരുത്. അതിൻ്റെ ഇടയ്ക്ക് നിന്റെ ഒരു പ്രേമം കൊണ്ട് നടക്കുന്നുണ്ട് എന്ന് രോഹിത് പറഞ്ഞിട്ട് പോവുക.
ഇത് കേട്ട ഉടനെ തന്നെ ഭവിത പറയുക, എന്നെ ആർക്കും മനസ്സിലാകാൻ പറ്റില്ല. ഒരു പ്രേമം എന്ന് പറഞ്ഞ് എന്ത് മനസ്സിലാക്കാൻ പറ്റില്ലെന്നാ? അവനാണെങ്കിൽ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമല്ലേ, ഇനിയും വർഷങ്ങളുണ്ടല്ലോ. ആ സമയപ്പം നമുക്ക് പ്രപ്പോസലായിട്ട് നമുക്ക് നോക്കാം. അല്ലാതെ ഇപ്പം നിന്നെ വിളിക്കണമെന്ന് വെച്ചാൽ അവൻ എടുത്തില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് കൃഷ്ണ ചോദിക്കുന്നുണ്ട്. വീണ്ടും ഇത് അലീന ചേച്ചി പിടിച്ച് എന്നെ കാര്യങ്ങളൊക്കെ നടക്കേണ്ടി വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കൃഷ്ണ. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം ഇത്രയും ഗുരുതരായത്. ചേച്ചി എന്തിനാ അടി കൊടുക്കാൻ പോയത് അവന്? അതിന് അറിഞ്ഞായിരുന്നോ നീ പ്രേമിക്കുന്ന ചെറുക്കനാണെന്ന് എന്നൊക്കെ കൃഷ്ണ ചോദിക്കുന്നുണ്ട് ബബിതയുടെ അടുത്ത്. എനിക്ക് ഒന്നും അറിയില്ല, എന്റെ റൂമിൽ നിന്ന് എല്ലാവരും ഒന്ന് പോകാമോ എന്നൊക്കെ പറഞ്ഞ് തലയിൽ കൂടെ നില വിളിച്ചിട്ട് ബബിത കിടന്ന് പറയുന്നുണ്ട്. ഈ ശബ്ദം കേട്ടിട്ട് അവിടേക്ക് വരുന്നുണ്ട് വൈജയന്തി. എന്താ നിങ്ങളും തുടങ്ങി ഇവിടെ അടി? എന്താ രണ്ടുപേരും കൂടി ഇവിടെ സംസാരം? നിനക്ക് എന്താ ഒരു കുളിയും ജപവും ഇല്ലാത്തതുപോലെ ഇരിപ്പാണല്ലോ, വന്ന് ഭക്ഷണം പോലും കഴിക്കാന്ന് വന്നില്ലല്ലോ, എന്താ കാര്യം? എന്താ പ്രശ്നം? ആ അലീനയുടെ പ്രശ്നം നിനക്ക് പിടിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, എനിക്കൊന്നും വേണ്ട, ഞാൻ ആവശ്യമുള്ളപ്പം എടുത്ത് കഴിച്ചോളാം. എല്ലാ അച്ഛനും മക്കൾക്കും ഓരോ തീരുമാനങ്ങള്. അമ്മമാര് പറയണേന് ഒരു വില ഇല്ലല്ലോ ഈ വീട്ടില്. ഒരുത്തി പോയ പിന്നെ എല്ലാം തകിടം മറിച്ചിട്ടാ പോയിരിക്കുന്നത്. ഇനി ഇതൊക്കെ അനുഭവിക്കേണ്ടത് ഞാൻ തന്നെയാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് വൈജയന്തി. ഇത് കേട്ട ഉടനെ എന്നെ കൃഷ്ണ പറയുക, അമ്മ കൂടുതൽ നല്ല പിള്ളേന്ന് ചമയൊന്നും വേണ്ട, അമ്മ തന്നെയാ ഈ പ്രശ്നങ്ങൾക്ക് എല്ലാ കാരണവും. എനിക്കെല്ലാം അറിയാം. നിനക്ക് എന്തറിയാമെന്നാ? ഏതെങ്കിലും ഒരു കാര്യവും പറഞ്ഞിട്ട് അമ്മയും മക്കളെയും തല്ലി തകർക്കാൻ വേണ്ടി നോക്കിയവളാ അവളെ ഓരോ വാക്കും കേട്ടിട്ട് എന്റെ അടുത്ത് നീ അലയ്ക്കാൻ നിൽക്കരുത്. ഇതുപോലെ അല്ലായിരുന്നല്ലോ നിന്റെ സ്വഭാവം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവിടെ നിന്ന് മാറി കുറച്ചു ദിവസം നിന്നപ്പോഴേ എല്ലാവരും സ്വഭാവം ഒന്ന് മാറി. അതിന് ഞാൻ അവക്കൊരു നല്ല മരുന്ന് ഞാൻ വിളിച്ചപ്പം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് അമ്മയ്ക്കും കിട്ടിയല്ലോ അച്ഛന്റെ കയ്യിൽ നിന്ന് മരുന്ന്. പിന്നെ ഒരു ബോംബ് ഉണ്ടെന്ന് പറഞ്ഞ് അച്ഛൻ കൊണ്ടു നടക്കുക. ആ ബോംബ് പൊട്ടിക്കുന്ന ദിവസം ഇതായിരിക്കില്ല സ്ഥിതി എന്നൊക്കെ പറയുന്നുണ്ട് കൃഷ്ണ വൈജയന്തിയുടെ അടുത്ത്. തിരിച്ച് റൂമിലേക്ക് പോയി ആലോചിക്കുകയാണ് ബാലചന്ദ്രൻ. ഇങ്ങനെയൊക്കെ ആവാൻ വേണ്ടിയുള്ള അവസ്ഥ ഈ ലെറ്റർ ആയിരിക്കോ അതോ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞു കാണോ എന്നൊക്കെ ഒരു നിമിഷം ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് സ്വന്തമായിട്ട് തന്നെ, ഞാൻ ഈ ലെറ്റർ ഇവിടെ വെച്ചെന്നോ എനിക്ക് ഒരു ഓർമ്മയില്ല, ഇതെങ്ങനെ എന്റെ ബാഗിൽ വന്നത് എന്ന് പോലും എനിക്കറിയില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്നാൽ ഇത്ര വർഷത്തെ കാര്യം എന്നെ ഓരോ കാര്യങ്ങള് അയാളായിട്ടാ ഓർമ്മിപ്പിക്കുന്നത്. ആ ബാലചന്ദ്രൻ എല്ലാം മറക്കാൻ ശ്രമിച്ചതുമായിരുന്നു, പക്ഷെ ഇപ്പം ഓർമ്മകളിലൂടെ പോകുന്നത്. അതും ഈ ഒരു നശിച്ച ഈ അലീന കാരണമാ ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ആ സമയത്ത് ഉടനെ തന്നെ ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. മനുവിന്റെ കോളായിരുന്നു. ഉടനെ ഫോൺ എടുക്കുന്നുണ്ട് വൈജയന്തി. നീ എന്താ വിളിച്ചത് ഈ സമയത്ത്? അല്ല, ഞാൻ അങ്കിളിന്റെ കാര്യം അറിഞ്ഞു. എന്താ അവിടെ പ്രശ്നം? ആന്റിക്കെങ്കിൽ ഒന്നും മിണ്ടാതിരുന്നൂടെ? നിനക്ക് എന്തറിയാം? ഇവിടെ വരുന്നത് 4 കാലിലായി ഇപ്പം പുറത്തു പോയിട്ട് വരുന്നത്. സ്വന്തമായിട്ട് കുടിച്ച് നശിക്കാൻ തീരുമാനിച്ചിരിക്കുക. അതിനെല്ലാം കാരണം ആന്റി തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ എന്തിനാ എന്നെ നീ എപ്പോഴും കുറ്റപ്പെടുത്തുന്നത്? നീ മാത്രമല്ല എന്റെ സഹോദരന്മാരും ഇപ്പോഴത്തേക്കും നീയും ബാലചന്ദ്രനും എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഞാൻ ഇവിടുന്ന് പോയിട്ട് പോലും അത് അടങ്ങുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇരട്ടി ആയതേ ഉള്ളൂ തിരിച്ചു വന്നപ്പോഴത്തേക്കും. ഇത് പറയാനാണോ മനു നീ ഫോൺ വിളിച്ചത്? എനിക്കൊന്നും കേൾക്കണ്ട, നീ ഒന്ന് ഫോൺ വെച്ചേ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട ഉടനെ തന്നെ മനു പറയുക, എന്തിനാ അലീനയെ വിളിച്ച് വഴക്ക് പറയുന്നേ? അതിന് നിനക്കെന്താ? അത് നീ അവള് നിനക്ക് വിളിച്ച് പറഞ്ഞു തന്നോ ഞാൻ വിളിച്ച് വഴക്ക് തന്നെന്ന്? അതെ, പറഞ്ഞു തന്നു. അതിന് നീയും അവളും തമ്മിൽ എന്താ ബന്ധം? എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയാൻ വേണ്ടി. അതും ആന്റി മനസ്സിലാക്കൂ ആന്റി, ഞാൻ വെക്കുവോ ഫോണ് എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കുന്നുണ്ട് മനു. ആ സമയത്ത് വൈജയന്തി പറയുക, ഓരോരോ പ്രശ്നങ്ങൾക്ക് നടുവിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. മകന്റെ ആയിരുന്നാലും മകളെ ആയിരുന്നാലും അതുപോലെ ഭർത്താവിൻ്റെ ആയിരുന്നാലും ഇവിടെ നിന്നോ വന്ന ഒരുത്തിയുടെ പേരിലും എന്റെ ജീവിതമാ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ച് ആലോചിച്ച് റൂമിൽ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് വൈജയന്തി.